നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് സിറം ഏതാണെന്നാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് വൈറലായിട്ടുള്ള ഒരു ടോപ്പിക്കാണല്ലോ ഈ ഒരു ഹെയർ ഗ്രോത്ത് സിറം എന്നുള്ളത്. ആദ്യമേ ഫേസ് സിറം ആയിരുന്നു, ഇപ്പോൾ ഹെയർ സിറം ആയി. ഒത്തിരി പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട് ഏതാണ് നല്ല ഹെയർ ഗ്രോത്ത് സിറം, ശരിക്കും ഹെയർ ഗ്രോത്ത് സിറംസ് വർക്ക് ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു 4 ഹെയർ സിറംസ് ആണ് കാണിച്ചു തരുന്നത് എനിക്ക് യൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആകണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റും കൂടി ഇടാം കേട്ടോ. ഒരു ലവോ അതല്ലെങ്കിൽ ലൈക്കോ ഏതെങ്കിലും ഒരു ഫോമിൽ നിങ്ങളൊരു കമൻറ്റും കൂടിയിട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ ഹെയർ സിറം വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുള്ള ആളുകളോടാണ് കേട്ടോ. ഹെയർ സിറം വർക്ക് ചെയ്യും. ഹെയർ സിറം വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്നും കൂടി പറഞ്ഞേക്കാം. നമ്മുടെ ഹെയറിന് പല ഫേസസ് ഉണ്ട് കേട്ടോ. ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വളരാൻ, അതായത് നമ്മുടെ മുടിയുടെ ഓരോ ഹെയർ ഫോളിക്കിൾസിൻ്റെ ഓരോ മുടിനാരിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. മുടി വളരാനായിട്ടൊരു കാലം, പിന്നെ വളരാതെ ഇങ്ങനെ സ്റ്റക്കടിച്ച് നിൽക്കും. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ കമൻറ്റ് വരാറുള്ളത് ചേച്ചി ഒത്തിരി എന്തൊക്കെ യൂസ് ചെയ്തിട്ട് ഒത്തിരി നാളായിട്ട് മുടി അങ്ങനെ തന്നെ നിൽക്കുകയാണ്, എന്തൊക്കെ ചെയ്തിട്ടും അതിൽ നിന്നും ഒരു അനക്കവും ഇല്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണെന്ന്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്റ്റിംഗ് ഫേസിലാണ്. അത് കഴിയുമ്പോഴേക്കുണ്ട് ഒരു ഷെഡിങ് ഫേസ് എന്ന് പറഞ്ഞാൽ മുടി അങ്ങ് കൊഴിഞ്ഞു പോകും. എൻ്റെ കൊറോണ സമയത്ത് നിങ്ങൾ ഓർക്കല്ലേ, ആ ടൈമിൽ അങ്ങനെ നിറയെ കൊഴിഞ്ഞു പോയിട്ട് അതേപോലെ അങ്ങനെ കൊഴിഞ്ഞു പോകണ ഒരു സമയമുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഹെയർ സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹെയർ ഗ്രോത്ത് ഫേസിനെ കൂട്ടും, അതുപോലെ ഹെയർ ഷെഡിങ്ങും ഹെയർ റെസ്റ്റിംഗ് ഫേസിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാറ്റിയിട്ട് ഹെയർ ഗ്രോത്ത് സ്റ്റേജ് കൂട്ടും. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 25 വയസ്സൊക്കെ വരെ സാധാരണ ഹെയർ ഗ്രോത്ത് ഫേസ് നല്ലോണം കൂടുതലാണ്. എന്തൊക്കെ ചെയ്താലും നിങ്ങൾ തലയിൽ എന്ത് മണ്ണെണ്ണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മുടി വളരുന്ന ഏകദേശം കുറച്ചെങ്കിലും പാരമ്പര്യമായിട്ടൊക്കെ ഹെയർ ഗ്രോത്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മുടി വളരും. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 35-45 വയസ്സ് വരെ ഇങ്ങനെ പയ്യനെ എഴഞ്ഞിട്ടുള്ളൊരു പോക്ക. അത് കഴിയുമ്പോഴാണ് മുടി ഇങ്ങനെ കൊഴിഞ്ഞ് ആ ഒരു ഹെയർ ഫോളിക്കിൾസ് ഡെഡായി പോണത്. അപ്പോൾ ഈ ഒരു റെസ്റ്റിംഗ് ഫേസിലുള്ള ഹെയർ ഫോളിക്കിൾസിനെ ഒന്നും കൂടി സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ അതിന് വേണ്ട ഒരു ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ സിറം ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ഈ ഹെയർ സിറത്തിനകത്തൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡൻസിൽ, അനഗൺ, പിന്നെ കഫെയിൻ, റോസ്മേരി, ബയോട്ടിൻ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാത്തിലും സിമിലർ ആയിട്ടുള്ളതാണ്. പിന്നെ മിനോക്സിഡൈൽ എന്ന് പറഞ്ഞിട്ടുള്ളതും ചില ഹെയർ സിറത്തിനകത്തുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാത്തിനകത്തും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് സ്റ്റേജ് കൂട്ടാനായിട്ടും ഈ ഷെഡിങ് ഫേസ് കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഹോർമോണലായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൂടെ ഒന്ന് ട്രിഗർ ചെയ്തൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഈ ഹെയർ സിറത്തിനകത്തുള്ളത്. ഇനി നിങ്ങൾ ആരെങ്കിലും വിചാരിക്കേണ്ട ഈ ഹെയർ സിറം ഡെയിലി യൂസ് ചെയ്യാവോ, ഇല്ലെങ്കിൽ ഹെയർ സിറത്തിനകത്ത് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ യെസ്, സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാട്ടോ, ഇപ്പോൾ തന്നെ പേടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് കുറച്ച് ഇതെല്ലാ ഇപ്പം ഞാൻ കാണിക്കണ എല്ലാ ഹെയർ സിറം നല്ലതാണ്, പക്ഷേ എനിക്ക് കുറച്ച് ബെറ്റർ കുറവെന്ന് തോന്നിയിട്ടുള്ളത്. അതായത് ലീസ്റ്റ് നിന്നിട്ടാണ് കാണിക്കണം എന്ന് വെച്ചാൽ അത് മോശമാണെന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഈ കാണുന്ന ബോഡിവൈസിൻ്റെ ഹെയർ ഗ്രോത്ത് സിറോ ഞാൻ ചെറിയതാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് 3% റോസ്മേരി, 3% റെഡിൻസിൽ, 2% അമിനേക്സിൽ, 2% അനഗെയിൻ, അങ്ങനത്തെ ഉള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേറ്റർ ആണ് കേട്ടോ. നമുക്കിങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേറ്റർ ആണ് ഇതിനുള്ളത്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാം. ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയർ ഫോൾ റെഡ്യൂസ് ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഞാൻ കാണിക്കുന്ന എല്ലാ ഹെയർ സിറംസും ഞാൻ പല ഡിഫറെൻറ്റ് ടൈമിലാണ് കേട്ടോ യൂസ് ചെയ്തത്, എല്ലാം കൂടി ഒരുമിച്ചല്ല യൂസ് ചെയ്തത്. ഓക്കെ, ഇത് യൂസ് ചെയ്തപ്പോഴേക്ക് എനിക്ക് നല്ലോണം ഹെയർ ഫോൾ റെഡ്യൂസ് ആവണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയ ഹെയർ ഗ്രോത്ത് ബേബി ഹെയർസ് എനിക്ക് തോന്നുന്നു ഇത്രയും യൂസ് ചെയ്താൽ പോരെ, ഇത് കുറച്ചും കൂടി യൂസ് ചെയ്യണം എന്ന് തോന്നുന്നു. നിങ്ങളിത് യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയും. നിങ്ങൾ എത്ര നാൾ യൂസ് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായി എന്നുള്ളതും കൂടി പറയട്ടോ. ഇതപ്പോൾ എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഹെയർ ഫോൾ കൺട്രോൾ ആവണ പോലെ ഫീൽ ചെയ്തു. പിന്നെ എനിക്കങ്ങനെ സ്കാൽപ്പിൽ ഇട്ടപ്പോൾ അങ്ങനെ ഓയിലിനെസ് ഒന്നും ഫീൽ ചെയ്തില്ല. മേ ബി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ ഇച്ചിരി ഓയിലി ആക്കണ പോലെ ആക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനങ്ങനത്തെ ഇച്ചിരി ഒരു ഓയിലിനെസ് ഉണ്ട്. പക്ഷെ എൻ്റെ സ്കാൽപ്പിന് അത് പ്രശ്നമില്ലായിരുന്നു. എൻ്റെ ഇങ്ങനെ വരണ്ട് കിടക്കണ സ്കാൽപ്പ് ആയതുകൊണ്ട് എനിക്കത്ര വലിയ പ്രശ്നം തോന്നിയിരുന്നില്ല ഇതിട്ടപ്പോൾ. എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ ഓയിലി സ്കാൽപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി ഓയിലി ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെനിക്ക് യൂസ് ചെയ്ത് ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ഹെയർ ഫോൾ നല്ലോണം റെഡ്യൂസ് ആവണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ ഹെയർ ഗ്രോത്ത് ഒന്നും അങ്ങനെ തോന്നിയിരുന്നില്ല കേട്ടോ. ഹെയർ ഫോൾ നല്ലോണം റെഡ്യൂസ് ആവണത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ലീസ്റ്റ് ആയിട്ടുള്ളത്.
നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമ്മളുടെ കമൻറ്റ് സെക്ഷൻ ഒത്തിരി പേര് കാണുന്നേ. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കാണുന്ന ആളുകൾക്ക് മേടിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും. നിങ്ങളുടെ സ്കാൽപ്പിൻ്റെ ടൈപ്പും ഹെയറിൻ്റെ ടൈപ്പും എന്താണെന്നുള്ളതും കൂടിയിട്ട് പറയണം കേട്ടോ. ഓയിലി ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടതിനകത്ത് കമൻറ്റ് കണ്ടിരുന്നു, ഓയിലി സ്കാൽപ്പും ഡ്രൈ ആയിട്ടുള്ള ഹെയറും ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഹെയർ ടൈപ്പ്, സ്കാൽപ്പ് ടൈപ്പ് എന്നുള്ളതും കൂടിയിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഈ കാണുന്ന ഹെയർ സിറം ആണ് കേട്ടോ. ഇത് പിൽഗ്രിം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഹെയർ സിറം ആണ്. ഇതിനകത്ത് 3% Redensyl and 4% Anagain ആണ് ഉള്ളത്. ഇത് നമ്മളുടെ ഇത് യൂസ് ചെയ്തപ്പോഴേക്കും എനിക്ക് കുറച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി പറഞ്ഞു തന്നെ തുടങ്ങാം കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്കൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. കാരണം ഭയങ്കര വെള്ളം പോലെയാട്ടോ എനിക്ക് ഫീൽ ചെയ്തേ. വെള്ളം പോലെ എന്നല്ല, എനിക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ എനിക്ക് ഫ്ലാക്സ് സീഡ് ജെല്ലോ, അങ്ങനത്തെ ആ ഒരു അലോവേറ ജെല്ലോ, അങ്ങനത്തെ ഒരു ജെൽ കൈൻഡ് ഓഫ് ആ ഒരു രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ എനിക്ക് ഈ ഒരു സിറം യൂസ് ചെയ്തേ ക്വിക്ക്ലി അബ്സോർബ് ആയി പോകുന്നുണ്ട്. ഇത് യൂസ് ചെയ്തപ്പോഴേക്കും ഹെയർ ഫോൾ റെഡ്യൂസ് ആവുന്നുണ്ടായിരുന്നു, എനിക്ക് ഹെയർ ഗ്രോത്തും അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു 4 വീക്സ് കുറച്ചധികം സമയം എടുത്തിട്ടാണ് എനിക്ക് ഹെയർ ഗ്രോത്ത്, ചെറിയ മുടി വളരണത് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് നല്ലതായിരിക്കും. പിന്നെ ഇത് കുറച്ചധികം യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു, നല്ലോണം ഹെയർ ഗ്രോത്ത് അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത അത്രയും സമയത്തിൽ എനിക്ക് ഇച്ചിരി ബേബി ഹെയർസ് വരണത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ കാണുന്ന ബെയർ അനാട്ടമി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഹെയർ ഗ്രോ ചെയ്യണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ ഫോൾ അപ്പോഴേക്കും നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഹെയർ ഫോളിൻ്റെ കാര്യം എനിക്കങ്ങനെ ഒന്ന് വ്യത്യാസം എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഹെയർ ഗ്രോത്ത് ആവണത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്തപ്പോൾ. സ്കാൽപ്പിലൊക്കെ തൊടുമ്പോൾ നമുക്ക് തൊടുമ്പോൾ ഒരു തിക്നെസ് ഉണ്ടാവുമ്പോഴേക്കും ഫീൽ ചെയ്യണ ഒരു ഇതുണ്ടല്ലോ. എനിക്കങ്ങനെ ഇത്തിരി ഓൾറെഡി എൻ്റെ തലയിൽ കുറച്ച് മുടിയുടെ എണ്ണം കൂടുതലാണ്. അതിൻ്റെ കൂടെ എനിക്ക് ഇതും കൂടി യൂസ് ചെയ്തപ്പോൾ കുറച്ചും കൂടി എനിക്ക് മുടിക്ക് എന്താ തൊടുമ്പോൾ ഒരു തിക്നെസ് ഫീൽ ചെയ്യില്ലേ, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് പറയൂ കേട്ടോ. ഇതിനകത്തുമൊക്കെ 3% Redensyl, 4% Anagain അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പ്രൊമോട്ട് ഹെയർ ഗ്രോത്ത് എന്നൊക്കെ എഴുതിയിട്ടുള്ള 30 ml ആണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചധികം ബോട്ടിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം ഹെയർ ഗ്രോ ചെയ്യണത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി എനിക്ക് ഏറ്റവും നല്ലോണം ഫീൽ ചെയ്തത്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്തത് ഈ കാണുന്ന വിഷ് കെയറിൻ്റെ ആട്ടോ. ഇത് ഒത്തിരി പേരുടെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. 2 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ലോണം മുടി ഇവിടെ നിന്നൊക്കെ നല്ലോണം മുടി വളരണത് അറിയാൻ പറ്റുമായിരുന്നു. ബേബി ഹെയർസ് നല്ലോണം കാണാനായിട്ട് തുടങ്ങിയിട്ട് ഇത് യൂസ് ചെയ്തപ്പോഴേക്കും. അതുപോലെ ഹെയർ ഫോളും അത്യാവശ്യം റെഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 3% Redensyl, 4% Anagain, കഫെയിൻ, ബയോട്ടിൻ, റോസ്മേരി, റൈസ് വാട്ടർ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻ്റ്. ഇതിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേറ്റർ ആണ് കേട്ടോ. നമുക്കിങ്ങനെ നല്ല കറക്റ്റ് ഇങ്ങനെ ഈസി ആയിട്ട് അടിക്കാൻ പറ്റും. പിന്നെ ഇത് പെട്ടെന്ന് തീർന്നു പോകണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഇത് ഓൾറെഡി ഇത്രയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു മാസമൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ഇത് ഫുള്ളായിട്ട് തീരും. ഇപ്പോൾ ഞാൻ ഒരു 3 വീക്സിന് മേലെയായിട്ട് ഇത് യൂസ് ചെയ്തു. അപ്പോഴേക്കും ഇത് ഇത്രയായിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞാൻ റെഗുലർലി യൂസ് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം ഇത് പെട്ടെന്ന് തീർന്നു പോകുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹെയർ സിറം ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും 30 ml ആണോ? ഇതും 30 ml ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പൊസിഷൻ ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് പറയൂ. പിന്നെ നിങ്ങളിത് ഓയിലി സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇത്തിരി സ്റ്റിക്കി അല്ല, ഇച്ചിരി ഹെവി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി എൻ്റെ മുടിക്ക് എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് എൻ്റെ മുടി ഇച്ചിരി ഇങ്ങനെ ഒന്ന് ഒതുക്കി നിർത്തുന്ന പോലെയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് പറയാം. ഇനി ഈ ഹെയർ ഗ്രോത്ത് സിറം ആണോ ഓയിലാണോ ബെറ്റർ എന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഓഫ് കോഴ്സ് ഹെയർ ഗ്രോത്ത് സിറം ആയിരിക്കും ബെറ്റർ എന്നല്ല, മുടി വളരാനായിട്ട് നല്ലത്. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളുടെ ഫേസ് സിറം എങ്ങനെയാണോ വർക്ക് ചെയ്യുക, ഈസിലി പെനട്രേറ്റ് ചെയ്ത് അത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്തുള്ളത്. സെയിം അതുപോലെ തന്നെയാണ് ഈ ഹെയർ ഗ്രോത്ത് സിറത്തിനകത്തോ അങ്ങനത്തെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുടിയിലോട്ട് ടാർഗറ്റ് ചെയ്ത് അതിനൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് ഹെയർ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്.
എന്തൊരു ആക്ഷൻ ഉണ്ടെങ്കിലും അവിടെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവില്ലേ. എണ്ണ ഇട്ടാലും ഉണ്ടാവും, പക്ഷേ ഈ റോസ്മേരി ഒക്കെ ഇടുമ്പോഴേക്കും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് അങ്ങ് അഡിക്റ്റഡ് ആയി പോണേ. അതേപോലെ തന്നെ ഇതിന് കുറച്ചും കൂടി കൂടുതലായിരിക്കും, കാരണം ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ പോലും ചെറിയ തോതിലൊരു പ്രോസസ്സിങ് നടന്നിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളിത് ഇതിലോട്ട് അഡിക്റ്റഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഹെയർ ഗ്രോത്ത് സീറം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും മുടി നോർമലി എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ ആവാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ആകുമെന്നല്ല കേട്ടോ ഞാൻ പറയണത്, അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ ഇനീഷ്യൽ ടൈമിൽ, അതായത് ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഇനീഷ്യലായിട്ടൊരു ഹെയർ ഫോളിനും സാധ്യതയുണ്ട്. നമ്മൾ ഫേസ് സിറം യൂസ് ചെയ്യുമ്പോൾ ഇനീഷ്യലി പിമ്പിൾസ് കൂടിയിട്ട് പിന്നെ ഹെയർ സെറ്റായി വരില്ലേ, അതേപോലെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും ഹെയർ ഒന്നിച്ചിരി കൂടുതൽ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഷെഡിങ് ഫേസ് ഇല്ലേ, ഗ്രോത്ത് ഫേസ്, ഷെഡിങ് ഫേസ്, ആ ഒരു പൊഴിയാനിരിക്കുന്ന മുടികളൊക്കെ അങ്ങോട്ട് പൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇത് ഭയങ്കര ഹെയർ ഫോൾ ആണല്ലോ എന്ന് അങ്ങനെ വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇനീഷ്യൽ ഷെഡിങ്ങിന് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കാം. ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട്, നല്ലോണം മുടി ഒഴിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കേട്ടോ. അതല്ലാതെ ഒരു മിനിമം രീതിയിലുള്ളൊരു ഹെയർ ഫോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോഴേക്കും സെറ്റ് ആവേണ്ടത്. പിന്നുള്ളൊരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കാൽപ്പ് ചിലപ്പോൾ ഗ്രീസി ആയി പോകാനും ഓയിലി ആയി, നിങ്ങളുടെ ഓയിലി സ്കാൽപ്പ് ഉള്ളവരൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ ഗ്രീസി ഓയിലി ആയി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ചിലപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് അടിക്കും തോറും നമുക്ക് ബിൽഡപ്പ് നമ്മുടെ തലയിൽ കൂടല്ലേ, അപ്പോൾ അതുകൊണ്ടിട്ട് ഡാൻഡ്രഫ് ചിലപ്പോൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ചില ഇൻഗ്രീഡിയൻസ് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കാം. ഈ ഹോർമോണൽ കാരണം വരുന്ന ഹെയർ ഫോളുകൾ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് ചിലപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്ന ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി കൂടി മുടി വളരട്ടെ, ഇത്തിരി കൂടി നന്നാവട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഞാൻ എൻ്റെ ഫേസ് സിറത്തിനകത്തൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ഇത്തിരി കൂടി നന്നായിക്കോട്ടെ, മുഖം ഇച്ചിരി കൂടി രസമായിക്കോട്ടെ വിചാരിച്ചിട്ട് ഒന്നും എക്സ്ട്രാ യൂസ് ചെയ്യരുത്. ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖമൊക്കെ എങ്ങനെ സെറ്റാക്കി എടുക്കാം. മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് മുടി സെറ്റാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾ ടീനേജേഴ്സൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ 16 വയസ്സിന് താഴെയുള്ള ആരും ഇത് യൂസ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അത് കഴിഞ്ഞിട്ടുള്ളവർ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും മതി. ഞാൻ മെയിനായിട്ട് ഇത് ആർക്കാ റെക്കമെൻഡ് ചെയ്യാൻ അറിയോ, നിങ്ങൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഹെയർ ഫോൾ വരില്ലേ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ കോവിഡൊക്കെ വന്നിട്ടുള്ള ഹെയർ ഫോളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഒരു എക്സ്ട്രാ ഒരു പുഷ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സിവിയറായിട്ട് ഹെയർ ഫോളാണ്, നിങ്ങൾ അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും മുടിയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹെയർ സിറംസ് യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ ബേസിക്കലി നിങ്ങളുടെ കയ്യിലല്ല, അണ്ടർ കൺട്രോൾ. എന്തൊക്കെ ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ എന്തൊക്കെ ഹെയറിൽ ചെയ്തിട്ടോ ഒന്നും സെറ്റ് ആവുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം ഹെയർ സിറംസ് യൂസ് ചെയ്താൽ മതി. കാരണം ഇത് നല്ലോണം നമ്മുടെ ഹെയറിലോട്ട് പെനട്രേറ്റ് ആയി പെട്ടെന്ന് റിസൾട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിലോട്ട് നമ്മൾ അഡിക്റ്റഡ് ആയി പോകാനുമുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഇതെല്ലാ ദിവസവും യൂസ് ചെയ്തിരുന്നില്ല കേട്ടോ. ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഇല്ലെങ്കിൽ 3 ദിവസം അങ്ങനെ ഞാൻ ഓൾട്ടർനേറ്റീവ്ലി ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും അത്ര ഹെയർ ഫോൾ ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒരു എക്സ്റ്റേണലി ഒന്നൊരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സഡൻലി സ്റ്റോപ്പ് ചെയ്യരുത്. പിന്നെ അതും പറയേണ്ടത് കേട്ടോ, നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഹെയർ ഫോൾ മാറി അത്യാവശ്യം ഹെയർ ഗ്രോത്ത് ആയി എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് പയ്യനെ സ്റ്റോപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മളിതിലോട്ട് നമുക്ക് പിന്നെ ഇതില്ലാണ്ട് നമ്മളുടെ മുടിക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറ്റാണ്ടായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ഹെയർ ഒന്ന് റെഡ്യൂസായി ഹെയർ ഫോളൊക്കെ ഒന്ന് സെറ്റായി എന്നൊക്കെ അറിയുമ്പോഴേക്കും പയ്യനെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരാം. സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇപ്പോൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണവരാണെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി യൂസ് ചെയ്യുക. പിന്നെ വീക്ക്ലി 2 പിന്നെ വീക്ക്ലി 1 പിന്നെ മാസത്തിൽ 2 തവണ അങ്ങനെ പയ്യനെ വേണം കുറച്ച് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ നമ്മുടെ റോസ്മേരി സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് നീ തന്നെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ റോസ്മേരി നല്ലതാണ്, എന്നിട്ട് നീ തന്നെ വന്ന് പറയുന്നു റോസ്മേരിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഏതൊക്കെ എൻ്റെ റോസ്മേരി വീഡിയോ ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ ഞാൻ സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ട് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റോസ്മേരിക്ക് ഇതിൻ്റെ അത്ര കണ്ടിട്ട് സൈഡ് എഫക്റ്റ് ഇല്ല, പക്ഷെ എന്നാൽ പോലും ഞാൻ സൈഡ് എഫക്ട്സ് എടുത്ത് എല്ലാത്തിലും ഞാൻ പറയാറുണ്ട്. ഇതിൻ്റെയും ചിലപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണ് കയറോ ആളുകൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ സൈഡ് എഫക്ട്സിൻ്റെ മാത്രമായിട്ട് വീഡിയോ ഇടും. പക്ഷെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങളുടെ മുടിയും നിങ്ങളുടെ ഫേസും നിങ്ങളുടെ ഹെൽത്തുമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ഞാൻ എടുത്ത് പറയാറുണ്ട്. ഇതൊക്കെ നല്ലതാണ്,
പക്ഷെ നമ്മളുടെ ആവശ്യമുള്ളപ്പോൾ നിർത്താൻ നമുക്കറിയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ടോപ്പായിട്ടുള്ള 4 ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ സിറംസാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങളുടെ ഫേവറേറ്റ് ഹെയർ സിറം ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ.